السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു ഇൽമ പഠിക്കുവാനും അത് നേടിക്കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചു മരിച്ചു പോകുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നബിദിനം ഒരു ജൂത സൃഷ്ടിയോ എന്ന വിഷയ സംബന്ധമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഈ വിഷയ സംബന്ധമായിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നും അത് ഈമാനിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹത്തെ സ്നേഹിക്കാത്ത ഒരാളുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നും സഹാബികൾ എങ്ങനെയാണ് പ്രവാചക തിരുമേനിയെ സ്നേഹിച്ചത് എന്നും ഖുർആനിൻ്റെ, ഹദീസിൻ്റെ, ചരിത്രത്തിൻ്റെ തെളിവുകളിലൂടെ, സംഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ഖുർആൻ അത് പറഞ്ഞു, പ്രവാചകൻ അത് പഠിപ്പിച്ചു. സ്വഹാബികൾ എങ്ങനെ സ്നേഹിച്ചു, അതിനും നമ്മൾ ചില ഉദാഹരണങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ സഹാബികൾ ആരും തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും പരിപാടികൾ, ഇബാദാത്തുകൾ, ആരാധനാകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ജാഥകൾ, അന്നദാനങ്ങൾ, മജ്ലിസുകൾ, സലാത്തുകൾ, ദിക്റുകൾ, പ്രവാചകൻ ജനിച്ചു എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്തതായി ഒരു തെളിവും നമുക്ക് കിട്ടുകയില്ല എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. അവ ഖുർആനിൽ ഇല്ലാത്ത ഒരു കാര്യം, സുന്നത്തിൽ പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യം, സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ലാത്ത ഈ നബിദിനാഘോഷം അല്ലെങ്കിൽ മീലാദുൻ നബി എന്ന പരിപാടി, അതേപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുകൾ ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത, അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള സൂചന പോലും നമുക്ക് ലഭ്യമല്ല.
4 മദ്ഹബിന്റെ ഇമാമുകളിൽ ആരെങ്കിലും ഇത് പറഞ്ഞതായി, ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരെങ്കിലും, താബീങ്ങളോ തബൗ താബീങ്ങളോ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഹാബികളിലോ ഉള്ള ആരും, ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആരും ഈ രൂപത്തിലുള്ള ആഘോഷങ്ങൾ, പരിപാടികൾ സംഘടിപ്പിച്ചതായി തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാർ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്തെങ്കിലും ചെയ്തതായി നമുക്ക് തെളിവുകൾ ലഭ്യമല്ല. പിന്നീട് എങ്ങനെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മുസ്ലിങ്ങൾ എങ്ങനെ ഇതിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ആരാണ് ഈ നബിദിനാഘോഷം ആദ്യമായി മുസ്ലിം ലോകത്ത് കൊണ്ടുവന്നത്? അതിന് ചരിത്രപരമായി വല്ല തെളിവുകളും ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജന്മദിനം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, ഒരു പ്രവാചകന്റെയും ജന്മദിനം അല്ലെങ്കിൽ ചരമദിനം, ആ രൂപത്തിലുള്ള ഒരാഘോഷങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരല്പം നമ്മൾ ചരിത്രത്തിലൂടെ പുറകോട്ട് പോകുമ്പോൾ ഈ ജന്മദിനം ഏതാണ്ട് നിലനിന്നിരുന്ന സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വളരെ പുരാതനമായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, നമ്മൾ പുരാതന ഗ്രീസ്, റോം എന്നൊക്കെ പറയുന്ന ആ സമൂഹങ്ങളിൽ പല രൂപത്തിലുള്ള ജന്മദിന ആഘോഷങ്ങൾ, പരിപാടികൾ, ആഘോഷങ്ങൾ നിലനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, ഗ്രീസിലും റോമിലുമൊക്കെ. പിന്നീട് ഒരു മതം എന്ന രൂപത്തിൽ, ഒരു മതത്തിന്റെ ലേബലിൽ ജന്മദിനം ആഘോഷിക്കുന്ന പ്രവണത നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലാണ്, ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ ഒരു പ്രവണത, ജന്മദിനം ആഘോഷിക്കുന്ന പ്രവണത കണ്ടു തുടങ്ങുന്നത്. അതും ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് ശുദ്ധമായ പ്രകൃതിയിലുള്ള ഇസ്ലാമാണ്. മുമ്പുള്ള പ്രവാചകന്മാർ ദഅവത്ത് ചെയ്ത ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിനെ പഠിപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും ജന്മദിനത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് ഈ ജന്മദിനം കടന്നു വരുന്നത്, അല്ലെങ്കിൽ അത് ബോധപൂർവം ചില ആളുകൾ കടത്തിക്കൂട്ടുകയായിരുന്നു ക്രിസ്തു മതത്തിൽ തന്നെ. ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനപരമായ ആദർശം, ആ തൗഹീദിനെ അട്ടിമറിക്കാൻ, ഏകദൈവ സിദ്ധാന്തത്തെ അട്ടിമറിക്കാനും ജനങ്ങളെ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ദലാലത്തിലേക്ക്, ശിർക്കിലേക്ക് കൊണ്ടുപോകാനും ചില ആളുകൾ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുമതം എന്ന് മാത്രമല്ല, ലോകത്തുള്ള മറ്റു മതങ്ങളിലൊക്കെ, നമ്മുടെ ഇസ്ലാം മതത്തിലും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങള്, ഗൂഢമായ പദ്ധതികള്, പ്രവർത്തനങ്ങള് ക്രിസ്തുമതത്തിലും ഉണ്ടായി. നമുക്കറിയാം, ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ദഅവത്തിനെ തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള ചില സിദ്ധാന്തങ്ങളുമായിട്ടാണ് സെന്റ് പോൾ വന്നത്, പൗലോസ്. ആ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് ശേഷവും പിന്നീട് ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടു. അതിനുശേഷം AD 325, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മരണത്തിന് ശേഷം 325, 324 കാലഘട്ടത്തിൽ നിഖിയ കൗൺസിൽ എന്ന് പറയപ്പെടുന്ന യോഗം, ഒരു മീറ്റിംഗ്, ഒരു ചർച്ച, അത് വളരെ ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയും സംഭവങ്ങളും നടന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ നിഖിയ കൗൺസിലിൽ അന്നത്തെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആയിരുന്ന അയാളാണ് എന്ത് ചെയ്യുന്നത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒട്ടേറെ വാദങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഡിസംബർ 25 ഈസാ നബി അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത്. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ഈസാ നബി അലൈഹിസ്സലാം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവര് വിശ്വസിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഖീദ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നാണ്.
ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം നടന്ന നിഖിയ കൗൺസിലിലാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം ആയി ഡിസംബർ 25 ആഘോഷിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. ഞാൻ ആ ചരിത്ര സംഭവത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിത്രമതക്കാരനായിരുന്നു, ബഹുദൈവ വിശ്വാസിയായിരുന്നു. സൂര്യദേവ അതേപോലെ തന്നെ ഈ മിത്ര മതത്തിന്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തു മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ ഒരുപാട് വിശ്വാസങ്ങളെ, ബഹുദൈവ വിശ്വാസങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയുമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ പറയുന്നത്, ഈ രൂപത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു പ്രവണത ക്രിസ്ത്യാനികളിലേക്ക് പോലും കൊണ്ടുവന്നത് പുറത്തു നിന്നുള്ള ആളുകളാണ്. ഈ രൂപത്തിലുള്ള ബഹുദൈവ വിശ്വാസികളാണ്. പിന്നീട് ഒരുപാട് ചർച്ചകൾ നടന്നു. അതിശക്തമായ എതിർപ്പുകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിലൊന്നും ക്രിസ്ത്യാനികൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് ചർച്ചകൾ നടന്ന ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നും ക്രിസ്ത്യാനികൾ തന്നെ പറയുന്നു, വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, ഡിസംബർ 25 ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു എന്നുള്ളത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പോലും തെളിയിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചരിത്രകാരന്മാരാണ്. അതെന്തെങ്കിലും ആകട്ടെ, ഇങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഈ ജന്മദിനം ആഘോഷിക്കുക എന്ന പ്രവണത കടന്നു വന്നു ഈ രൂപത്തിൽ. അതിനുശേഷം പിന്നീട് മുസ്ലിങ്ങളിലേക്ക് ഇത് കടന്നു വരുന്നത് എങ്ങനെയാണ്? മുസ്ലിങ്ങളിലേക്ക് ഈ ജന്മദിനാഘോഷം കടന്നു വരുന്നത് എങ്ങനെയാണ്? എവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിക്കേണ്ടത്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കുഴപ്പത്തിന്, ഫിത്നകൾക്ക്, ഫസാദിന് നേതൃത്വം നൽകിയ ഒരു ജൂതൻ അബ്ദുല്ലാഹി ഇബ്നു സബ. ഈ ജൂതന്റെ പ്രവർത്തനങ്ങളായിരുന്നു മുസ്ലിം ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. ഇയാളൊരു ആദർശമുണ്ടാക്കി. ഈ ആദർശമാണ് യഥാർത്ഥത്തിൽ ഷിയായിസം. ഷിയായിസം എന്നുള്ളത് ജൂതന്മാർ അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ജൂതന്റെ മസ്തിഷ്കത്തിലുണ്ടായ ആശയങ്ങളും ആദർശങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഷിയായിസമായി രൂപം കൊള്ളുന്നത്. ഈ ഷിയായിസത്തെ സംബന്ധിച്ചിടത്തോളം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ഇസ്ലാമിന് വിരുദ്ധമായ സിദ്ധാന്തങ്ങളും ആദർശങ്ങളും മുസ്ലിങ്ങളിലേക്ക് കടത്തിക്കൂട്ടുവാനുള്ള ഒരു കവാടമായി, ഒരു ബാബായി ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ ഷിയായിസമാണ്, ഷിയാക്കളെയാണ്, ഷിയാക്കളിലൂടെയാണ്. കാരണം ജൂതന്മാര് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ്, സംഘടനയാണ് യഥാർത്ഥത്തിൽ ഷിയായിസം. നമ്മളതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. നമ്മുടെ ക്ലാസ്സുകളിൽ ആ ചർച്ച വരും. ഇതിനെക്കുറിച്ചാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക വിരുദ്ധമായ ആദർശങ്ങൾ, ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ആശയങ്ങളും ആദർശങ്ങളും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കവാടം, ഒരു മാർഗം എന്നുള്ള രൂപത്തിൽ ശത്രുക്കൾ എന്നും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ ഷിയായിസത്തെയാണ്, ഷിയാക്കളെയാണ് എന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നബിദിനാഘോഷത്തിന്റെ ചരിത്രം പറയുമ്പോൾ എന്താണ് ഈ ഷിയാക്കളും ജൂതന്മാരും നബിദിനവും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കും. ഇവിടെ നമ്മൾ ഒരല്പം കൂടി ചരിത്രത്തിന്റെ പുറകോട്ട് വരിക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നബിദിനം ആഘോഷിക്കുക എന്ന ഈ സമ്പ്രദായം മുസ്ലിം ലോകത്ത് ആദ്യമായി കൊണ്ടുവരുന്നത് ഈ ജൂതന്മാരാണ്, ഷിയാക്കളാണ്. ആദ്യമായിട്ട് മുസ്ലിം ലോകത്ത് ജന്മദിനം ആഘോഷിക്കുന്ന സമ്പ്രദായം ആദ്യമായി മുസ്ലിം ലോകത്ത് കൊണ്ടുവരുന്നതും ഈ ജന്മദിനം ആഘോഷിച്ചതും ജൂതന്മാരാണ്, യഥാർത്ഥത്തിൽ ഈ ഷിയാക്കളാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അതിനുശേഷം 4 ഖുലഫാ റാഷിദ. അതിനുശേഷം പിന്നീട് മുസ്ലിം ലോകത്ത് നിലവിൽ വന്നത് ബനു ഉമയ്യ വംശം, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ബനു ഉമയ്യക്കാര്. പിന്നീട് അബ്ബാസി ഖിലാഫത്ത്. ഈ അബ്ബാസി ഖിലാഫത്തിന്റെ 2ാം ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ മുസ്ലിം ലോകത്തുണ്ടായി, പ്രതിസന്ധികൾ ഉണ്ടായി. മുസ്ലിങ്ങൾ കൊച്ചു കൊച്ചു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. അബ്ബാസി ഖിലാഫത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ച, പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം